നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. നിസാർ ഇൽത്തുമിഷുമൊത്തുള്ള കൂടുതൽ വിശേഷങ്ങളുടെ ബാക്കി ഭാഗം അതിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് പ്രോപ്പർട്ടി ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഫെവി ബോണ്ട് വാങ്ങി. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കവറിലേക്ക് ഈ ഫെവി ബോണ്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യും, എന്നിട്ട് ആ കവർ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് സ്മെല് ചെയ്തിട്ട് അവർക്ക് ഒരു ഹാഫ് ഇതിൽ ഇങ്ങനെ കിടക്കും. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചത് എന്താടാന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, സാറേ ഇത് ലഹരിയൊന്നും അല്ല, ഇത് ഒരു കെമിക്കലും ഇല്ല, ഇത് സാധാ പശ. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതിന്നൊക്കെ എങ്ങനെയാ ഈ ലഹരി കിട്ടുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ഭീകരത ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടികളെന്ന് വെച്ചാൽ വളരെ നല്ല ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന മക്കളാ. അപ്പൊ അവരൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാന്നല്ലാതെ, നമുക്ക് ഒരു ദിവസം 2 ദിവസം പറയാന്നല്ലാതെ, ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സാറ് അവരെ വിളിച്ച് ചോദിച്ചു എന്നല്ലാതെ ഇനിയിപ്പോ അതിന് തെളിവോ സാധനങ്ങളൊന്നും എടുത്ത് അവര് ശത്രുക്കളായി എന്നല്ലാതെ വേറൊന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. ചിലപ്പോ അതിനുശേഷം അവർ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതൊരു ഫസ്റ്റ് ടൈം യൂസ് ഒന്നും അല്ലാന്ന് കണ്ടറിയാം അവർക്ക് ഒക്കെ. അതിൽ എന്തൊക്കെ തരം, അപ്പൊ നമ്മൾ അറിയാത്ത തരത്തിലുള്ള എന്തൊക്കെ ലഹരികളുണ്ട് ഈ പശന്റെ ഉള്ളിലൊക്കെ. ഇങ്ങനത്തെ കാരണം ചില സമയത്ത് നമ്മള് പൈപ്പ് കൊട്ടിക്കുന്ന പശ തുറക്കുമ്പോഴേക്കും നമ്മള് ഇവിടെ ചെന്നടിക്കും, അങ്ങനെ സ്മെല് ചെയ്യുമ്പോ അതുപോലത്തെ ഒരു സാധനം തോന്നുന്നത്. അപ്പൊ പല തരത്തിലുള്ളതുണ്ട്, നമുക്ക് മനസ്സിലാവില്ല, പാരന്റ്സിന് മനസ്സിലാവില്ല. കുട്ടിക്ക് സ്റ്റാമ്പ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? എനിക്ക് തോന്നുന്നത് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലഹരി ഒന്നും കിട്ടാത്തതുകൊണ്ട്. നാച്ചുറൽ ലഹരി എന്ന് വെച്ചാൽ കഞ്ചാവല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാല് നമ്മൾക്ക് ഇടപഴകാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ, അതായത് നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പാടത്തേക്ക് ഓടുകയാണ്, ഫുട്ബോൾ കളിക്കാൻ. വലിയ ആൾക്കാർ അവിടെ ഉണ്ടാവും, ഫുട്ബോൾ കളിക്കുന്ന ഒരു വയലില് വലിയ ആൾക്കാർ കളിക്കുന്നുണ്ടാവും, ഒരു വയലില് കുട്ടികൾ കളിക്കുന്നുണ്ടാവും. പെൺകുട്ടികളൊക്കെ കൂടി കൊത്തങ്കല്ലാടലും മറ്റേ ഇതൊക്കെ പറഞ്ഞ് സാറ്റ് കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു, അല്ലേ? അത് ഒരു ഭയങ്കര ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റാ. ഇന്ന് പിന്നെ തെക്കേപ്പുറത്തുകാരും വടക്കേപ്പുറത്തുകാരും വടംവലി ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇവിടെ കബഡി മാച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലി എൻഗേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ എവിടെയാ വയലിൽ കളിക്കുന്ന മനുഷ്യന്മാരുള്ളത്? എല്ലാവരും അവനവന്റെ മൊബൈൽ ഫോണില് ഒരു എന്താ പറയുക, ഇലക്ട്രോണിക് ആ ഒരു വേൾഡില് അങ്ങോട്ട് ഇമ്മേഴ്സ്ഡ് ആയിപ്പോയി. വേറെ അവർക്ക് ഒരു പിന്നെ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്ഷൻ ഇല്ലാതായി പോയി. കുട്ടിയൊക്കെ ആണെങ്കിലും ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യും, എൻ്റെ മോൾ അവിടെ ഇരുന്ന് ചെയ്യും, എൻ്റെ വൈഫ് അവിടെ നിന്ന് ചെയ്യും. അല്ലെങ്കിൽ ഒരു ബിഗ് ഫാമിലിയാണ്, ഇതുപോലെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മളൊക്കെ ഫോണിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ വേൾഡ് അവിടെ തന്നെയാണ്. നമ്മൾ ആ ഒരു സ്പേസിലേക്ക് ഒരാൾ കടന്നു വരുന്നത് പോലും ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാതായി, അല്ലെ? നമുക്ക് ആ ഒരു പിന്നെ എന്താ പറയാ വെർച്വൽ വേൾഡിൽ ജീവിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ ലൈഫിൽ. നമ്മൾ ഒരാളുടെ ഷോൾഡറിൽ നമ്മൾ കൈവച്ചിടാ സുഖല്ലേ, അല്ലെങ്കിൽ പോട്ടടാ എന്ന് പറഞ്ഞ് 2 തട്ട് തട്ടുമ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. കാണുന്ന സമയത്തൊന്നുമില്ല, ഒരാൾ വന്നിട്ട് കൈ ഇങ്ങനെ വെക്കുന്നല്ല. പക്ഷെ ആ ടച്ചോ ആ കേൾക്കാനുള്ള ഒരാളുടെ പ്രസൻസോ ഒക്കെ നഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടെത്തിയെടുത്തോളം ഇതിന്റെ ഏറ്റവും വലിയ റീസൺ. കുട്ടികൾക്ക് ആ ഒരു നാച്ചുറൽ ആ ഒരു പറഞ്ഞ ലഹരി തിരിച്ചു കിട്ടിയാൽ ഒരു പക്ഷേ ഇതൊക്കെ മാറും. ഇതൊക്കെ കാരണം എല്ലാവരും ഗോ ബാക്ക് ടു അവർ റൂട്ട്സ് എന്നുള്ള എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും എൻ്റെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഈ നാടൻ പിന്നെ ഈ സംഘങ്ങൾ ഉണ്ടാവുമല്ലോ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, അവിടെ ഇനോഗ്രേഷനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് പറയും, നമുക്കൊരു കബഡി കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ള എല്ലാ നാടൻ കളികളും ഒരു കോമ്പറ്റീഷൻ വെക്കുക. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു അറിവായിരിക്കുമല്ലോ, അത് ഭയങ്കര രസം. അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാനുണ്ട്, അതിൽ സ്പോർട്സ് ഉണ്ട്, അത്ലറ്റിക്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും കൂടിയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു ഇരിക്കാന്നല്ലാതെ നമ്മൾ കാർ ഓടിക്കുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു സാധനത്തിൽ തന്നെ. അതൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ മൊബൈൽ ഫോണിൽ വയലൻസ് ഗെയിംസ് അല്ലേ, എല്ലാവരും ഷൂട്ട് ചെയ്യുക, കൊല്ലുക, ഈ സാധനങ്ങളൊക്കെ തന്നെ. ഫ്രീ ഫയർ പോലത്തെ ഗെയിംസ് അല്ലേ. അന്നൊന്നും അതല്ലല്ലോ, കള്ളനും പോലീസും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി മറിയാണ്. എല്ലാവരും ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നിയിട്ട്. കൂടുതലായിട്ടും പാരന്റ്സ്, ടീച്ചർ, സ്റ്റുഡന്റ് ആ ഒരു ബോണ്ട് തന്നെ. ടീച്ചർമാർക്കൊന്നും ഒരു റോളും ഇല്ല. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം വലിയ കാര്യത്തിൽ കണ്ടുപിടിച്ചിട്ട് പാരന്റ്സിനോട് വിളിച്ചു പറഞ്ഞാലേ അവര് നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്ന് ഇങ്ങോട്ട് ചോദിച്ചാ പിന്നെ നമുക്ക് ഒരു റോളും ഇല്ല. സമീപനം എന്റെ കുട്ടിയുടെ കാര്യം അവർക്കറിയാം എന്നാണ് ടീച്ചേഴ്സിനോട് അവർ പറയുന്നത്. നമ്മള് ഒന്ന് ശകാരിച്ചാലോ, കോളേജിൽ പിന്നെ നമുക്കൊന്നും ആ റോള് വരുന്നില്ല കേട്ടോ. പക്ഷെ സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണത്. വടി
യൂസ് എപ്പ നിന്നോ അപ്പോഴാണ് ഇത് ആ ഒരു തലമുറ തന്നെ ഇല്ലാതായിന്നാണ് ഒരു വിഭാഗം. അപ്പോൾ ചില ആൾക്കാർ അപ്പൊ പറയും, ഓ പല ടീച്ചേഴ്സ് ഞങ്ങളോട് പേഴ്സണൽ ഇത് വെച്ചിട്ട് അടിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഈ വടി എന്നുള്ളത്, വടിയൊന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ രണ്ട് വിഭാഗക്കാരുണ്ട്. എപ്പോഴും ഉണ്ടാവില്ല രണ്ട് വിഭാഗക്കാര്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ടീച്ചേഴ്സ് ഹാവ് ദ റൈറ്റ്, അടിക്കേണ്ടടുത്ത് അടിക്കുക തന്നെ വേണം. പാരന്റ്സും ആ ഒരു ഇത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അല്ലെങ്കിൽ ആരാ പിന്നെ കൺട്രോൾ ചെയ്യാനുള്ളത്? പാരന്റ്സ് പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല. കുറച്ചെങ്കിലും പേടിയുള്ളത് ടീച്ചർമാരാ. ഇപ്പൊ ടീച്ചറേയും പേടിയില്ല. ടീച്ചറിന് എന്തെങ്കിലും നോക്കി അപ്പൊ കേസ് കൊടുക്കാം, കുട്ടിക്ക് റൈറ്റ് ഉണ്ട്, എന്നെ ത്രിട്ടൻ ചെയ്തു, എന്റെ മനുഷ്യാവകാശം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. കാരണം മലപ്പുറത്ത് ഒരു കുട്ടി നിലമ്പൂരിനാന്ന് തോന്നുന്നു പ്രിൻസിപ്പലിനെ വധഭീഷണി മുഴക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങിയാൽ കൊന്നു കളയുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് സാറിനെതിരെ കേസ്, കുട്ടിയുടെ മുഖം റിവീലാക്കി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ധൈര്യം. അതിന് ഞാൻ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഈ മനുഷ്യാവകാശം, ബാലാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അവന്മാരൊക്കെ സ്പോട്ടിൽ വെടി വെക്കണം. അതായത് ഈ ഷഹബാസിനൊക്കെ ചെയ്തിട്ടുള്ള അവന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് പ്രീ പ്ലാൻഡ് മർഡർ ആണ്. ഈ 18 വയസ്സായിട്ടില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ക്രൈമാണത്. അവർക്ക് അറിയാം 18 വയസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ളത് 100% ഒരു പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ക്രൈമിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് ശിക്ഷ കൊടുക്കണം, അല്ലാതെ വയസ്സ് ഒരു മാനദണ്ഡമേ അല്ല. കാരണം ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള റെക്കോർഡ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എത്രയോ 15 വയസ്സും 14 വയസ്സുകാരും ഉണ്ട്. നിർഭയ കേസിലൊക്കെ 16 വയസ്സുകാരനാണ് അത്രയും ഏറ്റവും ടോർച്ചർ ചെയ്തിട്ട് അവരെ റേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതൊന്നും ഒരു വയസ്സിന്റെ മാനദണ്ഡം വെച്ചിട്ട് പരിഗണിക്കേണ്ട കേസല്ല അതൊന്നും. അതൊക്കെ അല്ലാതെ തന്നെ എങ്ങനെയാണോ അവന്റെ ക്രൈം എത്ര വയസ്സിൻ്റെതാണോ ആ ക്രൈമിന്റെ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഈ ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇവിടെ ഗോവിന്ദസ്വാമി ജയിലിൽ പോകുമ്പോൾ 35 കിലോ ആയിരുന്നു, ഇപ്പൊ എനിക്ക് തോന്നുന്നു 75 കിലോ ആയിട്ടുണ്ട്. അപ്പോ അവര് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ സെല്ലിന്റെ വാതിൽ അടിച്ചു പൊളിക്കലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോ അവര് പറയുന്ന സമയത്ത് ബിരിയാണി കൊടുക്കണം, മട്ടൺ കൊടുക്കണം, ഇങ്ങനെയും നമ്മള് തീറ്റി പോറ്റാണ്. പിന്നെ വളർത്തിയെടുക്കുക. പിന്നെ അതിന് 2-3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോരാന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഊരി പോരാം, പൈസ ഉണ്ടെങ്കിൽ ഊരി പോരാം എന്നുള്ള ഒരു ധൈര്യം കൂടിയാണ് ഈ ക്രൈമിനൊക്കെ ഇത്രയും കൂടുതൽ വളർത്തിയെടുക്കുന്നത്. ആളൂരിനെ പോലുള്ള ഒരു വക്കീലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാൻ, നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോരാന്നുള്ളൊരു വിചാരമുണ്ട്. അതാണ് നമ്മളെ ഈ ഇത്രയും കൂടുതൽ ഈ ക്രൈം ഇന്റൻസിറ്റി കൂടുതൽ. ഒരാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്താല് ഒരുവിധം മനുഷ്യന്മാരൊക്കെ ഒന്ന് പേടിക്കും. കാരണം ഒരു ഡ്രഗ് ഇപ്പൊ എല്ലാത്തിനും നമ്മള് പിന്നെ 6-ാം നൂറ്റാണ്ടിലെ നിയമം എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ സൗദി അറേബ്യയിലൊക്കെ നിയമം ഇവിടെ വന്നാൽ നിയമം മാത്രം ഇങ്ങോട്ട് എടുക്കുക, ബാക്കിയൊന്നും എടുക്കണ്ട. ആ നിയമം ഇങ്ങോട്ട് എടുത്തിട്ട് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, കട്ടവന്റെ കൈ അങ്ങ് വെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോളിസി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാല് അതോടുകൂടി ഇവിടുത്തെ എല്ലാ പ്രശ്നവും നിന്നോളും. അത് തന്നെ വേണ്ടത്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. നമ്മളിപ്പോ ഈ റോഡിലൂടെ പന്തം കൊളുത്തി മാർച്ച് പിന്നെ ലഹരിക്കെതിരെ എന്നൊക്കെ നടത്തി എന്ത് ഇമ്പാക്റ്റാ? ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. നമ്മള് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്നിട്ടോ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടോ ഒന്നും ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. ആ സമയത്ത് മീഡിയയിൽ ആ പാർട്ടിയുടെ ഒരു ഫോട്ടോയും ഇങ്ങനെ ചിരിച്ചു വെക്കുന്ന ഒരു ഫോട്ടോ വരുന്നല്ലാതെ അതുകൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ലോ ആണ് മാറേണ്ടത്. അത് മാറുമ്പോഴേ സൊസൈറ്റിയിൽ റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. അതെ. അതുമാത്രല്ല ഇപ്പോ ആന്റി ഡ്രഗ് ഡേ ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ആ സോക്കോൾ ഡേയ്സിലേക്ക് മാത്രം ഇത് മാറ്റപ്പെടുകയാണ്. അത്രേ ഉള്ളൂ. അന്ന് നമ്മൾ പ്ലഡ്ജ് ചെയ്യും ആർക്ക് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ വെറുതെ നോ ഡ്രഗ്സ് ഒക്കെ പറയുന്നല്ലാതെ ഇതൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടിപ്പിച്ചിട്ട് തന്നെ. നമ്മൾ പറയും ഒരിക്കലും പേടിപ്പിച്ച് നമ്മളൊന്നും ചെയ്യരുത്. പക്ഷെ പേടി തന്നെ ഇതിനൊരു ഫോർമുല ഉള്ളൂ. സ്നേഹം കൊണ്ട് പറഞ്ഞിട്ട് എന്തായാലും മാറുന്നില്ല. പിന്നെ പേടിപ്പിച്ചിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ ഒരു ഹിന്ദു വിഭാഗത്തിലുള്ള ആ ഒരു ഹിന്ദു കൾച്ചറിലുള്ള റിച്വൽസിനെ പറ്റി കൂടുതലായിട്ടും സാർ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ റിച്വൽസിനെ പറ്റി എടുത്ത് കാണിക്കുന്നില്ല? റിച്വൽസ് അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ റിച്വൽസ് ഉള്ളത് ഈ കമ്മ്യൂണിറ്റിയിലാണ്. അതുകൊണ്ട് അപ്പൊ പലരും വിചാരിക്കും ഞാൻ അവരെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാനിങ്ങനെ ഹിന്ദു കൾച്ചർ കാണിക്കുന്നത് കൊണ്ട്
മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവായി, ഇവന് നമ്മളെ ഇതിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ സംഖ്യയാക്കി മാറ്റുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ. അതേസമയം ഞാൻ എന്തെങ്കിലും ഒരു ഇതിങ്ങനെ പറഞ്ഞ ആന്റി ഇത് പറയുമ്പോഴേക്കും ഞാൻ സുഡാപ്പിയായി മാറും. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് എന്നെ അങ്ങോട്ട് തട്ടുന്നുണ്ട് ഇങ്ങോട്ട് തട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നുമല്ല, ഞാൻ പച്ച മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഡൈവേഴ്സ് ആയിട്ടുള്ളതാണല്ലോ, നമ്മൾ എപ്പോഴും കാണുന്നതിനോട് നമുക്ക് ആൾക്കാർക്ക് അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആരും കാണാത്ത കുറെ കാഴ്ചകൾ കാണുമ്പോൾ അപ്പൊ അതിന്റെ മതം ഏതാണെന്ന് ഞാൻ നോക്കാറില്ല. ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ഇതുപോലത്തെ ഒരുപാടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ മഹാരാഷ്ട്രയില് ബീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജില്ല ഉണ്ട് മഹാരാഷ്ട്ര. അവിടെ അത് അറിയപ്പെടുന്നത് ദ വൂംലെസ് വില്ലേജ്, വൂംലെസ് അതായത് ഗർഭപാത്രമില്ലാത്ത ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ സ്ത്രീകള് ഗർഭപാത്രം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയും, കാരണം മെനിസ്ട്രേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർ ഈ കരിമ്പ് പാടത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്, ഈ കരിമ്പ് വെട്ടുക. അപ്പോൾ അവർക്ക് അന്നത്തെ കൂലി എന്ന് പറഞ്ഞാൽ ആ കരിമ്പമ്പാടത്ത് ജോലി ചെയ്തുകൊണ്ടുള്ള ആ വരുമാനമായിരിക്കും. അപ്പോൾ ഈ മെനിസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ എടുക്കുക, ഗർഭപാത്രം അങ്ങ് എടുത്ത് കളയും. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ മധ്യപ്രദേശിൽ പോവുകയാണെങ്കിൽ ഭോപ്പാലിന് ചിറ്റോർഗഡ് രാജസ്ഥാൻ പോകുന്ന വഴിക്ക് പോവുകയാണെങ്കിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ട് 12-11 വയസ്സുള്ള പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കും, റോഡിന്റെ ഇങ്ങോളം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അധികം ഈ ട്രക്ക് ഡ്രൈവേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അവരുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ അവരൊക്കെ വീടുകൾ എന്ന് വെച്ചാൽ വീടുകളിലെ ഫാദർ ആണ് ഏജന്റ് ഉണ്ടാവുക, മദർ ആണ് ഒരു ഏജന്റ് ഉണ്ടാവുക. അവരൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണിത്. അത് എസ്പെഷ്യലി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. അതായത് അത് ഒരു പർട്ടിക്കുലർ ട്രൈബാണ് ഭോപ്പാലും കാര്യങ്ങളിലൊക്കെ അത് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂരിലും മറ്റുള്ള ഇങ്ങോട്ട് സൗത്തിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അതിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് മുത്തലാഖ് ഉണ്ടല്ലോ. മുത്തലാഖ് എന്ന് പറയുന്ന സമയത്ത് ഓവർ നൈറ്റിൽ വന്നിട്ട് എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകള്. അപ്പൊ അവർക്ക് വേറൊരു ഇതുമില്ല, കുട്ടികളും ഉണ്ടാവും, ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലീസ് ഒന്നും ആയിരിക്കില്ല, വലിയ ഈ റിമോട്ട് വില്ലേജസിലൊക്കെ ആയിരിക്കും അവരുടെ ലൈഫ് ഉണ്ടാവുക. അപ്പൊ ഭർത്താവ് അങ്ങ് ഉപേക്ഷിച്ച് പോകും, എവിടെന്നെങ്കിലും ഒരു കത്തയക്കാണ് എനിക്ക് ഇതിനെ വേണ്ട, ഞാൻ ഇതിനെ തലാഖ് ചെല്ലിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് പിന്നെ വേറെ പോകാൻ വഴിയില്ല. അങ്ങനെ അതിന്റെ ഇരകളായിട്ടുള്ള കുറേ മുസ്ലിം സ്ത്രീകൾ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ പർദ്ദയും നിക്കാബും ഒക്കെ ഇട്ടിട്ട് ഇത് നടത്തുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട് അവര്. അപ്പൊ ഇങ്ങനത്തെ ഒരു തലമുണ്ട്. പിന്നെ സ്ത്രീകളിൽ മാത്രമല്ല, പിന്നെ നമ്മള് പുരുഷത്വത്തിന്റെ ആ ഒരു ഇതിലേക്ക് കയറുകയാണെങ്കിൽ, പൗരോഹിത്യത്തിന്റെ വെളിമ്പുറങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഞാൻ പലതും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശ്മീരിൽ പോയി മഞ്ഞ് വാരി എറിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച്. അത് കേട്ടില്ലേ? ഒരു ഉമ്മ, അവര് 10-65 വയസ്സായ ഒരു സ്ത്രീ കാശ്മീരിൽ പോയി. അപ്പോ ആ വീട്ടിനുള്ളില് ഒരു മൂലക്ക് ഇരിക്കേണ്ട സ്ത്രീ, പിന്നെ വിധവയായ സ്ത്രീ അങ്ങനെ പോയത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിനെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും കൂടി അതെന്തോ സ്ട്രൈക്ക് വന്നിട്ട് ആ വീഡിയോ കാണാതെ. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു സാധനമാണ് കുത്രാത്തീപ്. കുത്രാത്തീപ് ഭയങ്കര വയലൻസ്. നമ്മൾ ഈ പിന്നെ എന്താ പറയാ, പാൻഗുനി എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ട് തമിഴ്നാട്ടിലുള്ള, ശൂലം കുത്തിയിട്ട് ശൂലം കയറ്റി ഇങ്ങനെ ഗരുഡൻ തൂക്കൊക്കെ ചെയ്യുന്നില്ല, അതിനേക്കാളും ഭീകരമായിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞ കുത്തറാത്തീപ്. ബ്ലഡും അതും ഇൻസ്റ്റഗ്രാം എന്റെ റിമൂവ് ചെയ്ത്. അപ്പൊ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് പേടിയായിട്ട് ഇത് പേടിയായിട്ട്, പക്ഷെ ഇൻസ്റ്റഗ്രാമിനെ തൂക്കിയതാണത്. കാരണം ബ്ലഡ് കണ്ടാൽ ഇൻസ്റ്റഗ്രാം നമുക്ക് ഇത് ചെയ്യും, വീഡിയോ ഓട്ടോമാറ്റിക്കലി അവർ റിമൂവ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉത്തരേന്ത്യയില് ഷിയാക്കളുടെ പിന്നെ മുഹറം എന്ന് പറഞ്ഞിട്ടുള്ള അതിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട്. അവര് ഇങ്ങനെ വെട്ടും, വെട്ടി ബ്ലഡ് വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരം ആചാരങ്ങളൊക്കെ ഞാൻ കാണുന്നതൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. പക്ഷെ ഇന്ത്യ 17% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, ബാക്കിയൊക്കെ ഹിന്ദു കൾച്ചറും ആചാരങ്ങളും. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികം നമുക്ക് അമ്പലങ്ങളാണ് കാണാൻ പറ്റുന്നത്, അമ്പലവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ടാണ് അതൊരു മെജോറിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. കാഴ്ച നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു വിഭാഗത്തിൻ്റെതാണ്, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഇന്ന വിഭാഗത്തിൻ്റെത് കാണിക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ജെൻഡർ ഇക്വാലിറ്റിനെ പറ്റി പലതരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതായത് സ്ത്രീ എപ്പോഴും പുരുഷനൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി. പക്ഷെ ഈ ശബരിമലയുടെ ഒക്കെ കേസ് വരുമ്പോൾ അവിടെ ആർത്തവ സമയത്ത്
അതിപ്പോ ഏതൊരു അമ്പലത്തിലായാലും ഏതൊരു ആരാധനാലയങ്ങളായാലും അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷിദ്ധമാണല്ലോ. അതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അത് രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ വെച്ചാൽ വിശ്വാസം എന്നുള്ള സംഭവം ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ പബ്ലിക്കായിട്ട് ചെന്ന് മുല കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസമാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സംബന്ധിച്ച് ഭയങ്കര അയ്യേ ഇതെന്ത് ആചാരമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസം കാലാകാലങ്ങളായിട്ട് വിശ്വാസം ജനിക്കുന്നത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നല്ല, അതൊരു പ്രോസസ്സാണ്. അതിങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് തലമുറകളായിട്ട് കൈമാറി കിട്ടുന്ന ഒരു സാധനമാണ്. അതൊന്ന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ശബരിമലയിൽ ഈ പറഞ്ഞ പോലെ ഇന്നോ ഇന്നലെയുള്ള സംഭവമല്ലല്ലോ. എത്രയോ അനാദി കാലങ്ങൾ തൊട്ട് സ്ത്രീകൾ അവിടെ ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു വിശ്വാസം വെച്ചിട്ടുണ്ട്. അത് ലംഘിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും വിശ്വാസികൾക്കിടയിൽ. പക്ഷെ അവിടെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻഈക്വാലിറ്റിയും ഇൻജസ്റ്റിസും ഒക്കെ ഉണ്ട്. അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിള് വിശ്വാസം ഉണ്ടാകുന്ന വെച്ചാല് ഗുജറാത്തില് അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇന്നർ റിമോട്ട് വില്ലേജ് ആണ്. അവിടെ നമുക്കിങ്ങനെ ഈ റൂമിന്റെ അത്രയും അട്ടിക്ക് പിന്നെ വെള്ളക്കുപ്പികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. വാട്ടർ ബോട്ടിൽ ബിസ്ലറിന്റെ വെള്ളക്കുപ്പികൾ ഇങ്ങനെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കൂട്ടി പൈൽസ് ഉണ്ടാവും, ഇഷ്ടം പോലെ കുപ്പികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ കുപ്പികൾ വെച്ച് വിൽപ്പനയ്ക്കാണോ അല്ലേ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ കാറിൽ പോകുന്നു, ഒരു ലോറിയിൽ പോകുന്നു, ആൾക്കാരൊക്കെ ഇറങ്ങുന്നു, ഒരു കേസ് വെള്ളം അവിടെ വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. പിന്നെ അപ്പൊ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്താ മനസ്സിലായി. അപ്പൊ ഓരോന്നു അവിടെ ഒരു ആത്മാവുണ്ട്, ആ ആത്മാവ് വെള്ളം കിട്ടാതെ മരിച്ച ആത്മാവാണ്. അപ്പോ അത് വെച്ചാൽ 2013 ആ ദൈവം ഉണ്ടായി വരുന്നത്. 2013 ഉണ്ടായ ഒരു ദൈവമാണ് അവിടെ. അതായത് അവിടെ ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റിൽ 6 പേരുണ്ടായിരുന്നു. അതിൽ 5 പേര് സ്പോട്ടിൽ മരിച്ചു. പിന്നെ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു. അപ്പൊ ആ കുട്ടി വെള്ളം എന്ന് പറഞ്ഞു. ആ വെള്ളം കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടി മരിച്ചു. അങ്ങനെ ക്ലിയർ ചെയ്തു, സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. പിറ്റേ ദിവസം അതിലിങ്ങനെ യാത്ര പോകുന്ന ആൾക്കാർ വെള്ളം എന്നിങ്ങനെ കേൾക്കാൻ തുടങ്ങിയല്ലേ. അപ്പോ ഈ ആക്സിഡന്റിൽ രക്ഷിക്കാൻ എത്തിയ ആള് പറഞ്ഞു ഒരു കുട്ടി വെള്ളം ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ നിങ്ങൾ കേട്ടത് ചിലപ്പോ ഒരാളുടെ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ കേട്ടത് ചിലപ്പോ ആ കുട്ടി വെള്ളം ചോദിക്കുന്നതായിരിക്കും. ഒരു കാര്യം ചെയ്ത് കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചോളൂ എന്ന് അങ്ങനെ അയാളത് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഇപ്പൊ ആ പ്രദേശം മുഴുവൻ വെള്ളക്കുപ്പികളാണ്. എന്നിട്ട് ഈ കടക്കാരൻ വെച്ചാല് വെള്ളക്കുപ്പികൾ കൊണ്ടുവരുന്നത് അയാൾ എടുക്കും, എന്നിട്ട് ഒഴിഞ്ഞ വെള്ളക്കുപ്പി അവിടെ തിരിച്ചു വെക്കും. അതായത് ഒരു ബിസിനസ്. അപ്പോ അതുവഴി പോകുമ്പോ പൈസ ഇടാതെ ഈ വെള്ളക്കുപ്പി വെക്കാൻ പാടില്ല. പോയാൽ അങ്ങനെ 1-2 പേർക്ക് ആക്സിഡന്റും ഉണ്ടായി എന്ന് പറഞ്ഞു. കഷ്ടകാലത്തിന് അവിടെ വെള്ളക്കുപ്പി വെക്കാതെ പോയവർക്ക്. ഇപ്പൊ എന്നിട്ട് അവിടെ ഒരു ഹബ്ബാണ്, വാട്ടർ ബോട്ടിലാണ് അവിടുത്തെ പ്രധാന നേർച്ച. അപ്പൊ അതിന് ചുറ്റുപാടുള്ളതൊക്കെ വെള്ളക്കുപ്പികളുടെ കടകളാണ്. അപ്പൊ അതൊരു ബിസിനസ് ആയില്ലേ. ആ വെള്ളക്കുപ്പി വാങ്ങുന്നു, അവിടെ വെക്കുന്നു എന്നുള്ള. അപ്പൊ വിശ്വാസങ്ങൾ അങ്ങനെ ഇവോൾവ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒന്നും അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതൊക്കെ കേൾവി. ഇതേ സാധനം നമ്മൾ വയനാട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വയനാട്ടിലേക്ക് ഒടുങ്ങാക്കാട് മക്കാമുണ്ട്. ആ മക്കാമില് പൈസ ഇട്ടിട്ടേ പോവുള്ളൂ. ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ എറിയും ആൾക്കാർ. പൈസ ഒരിക്കലും ഇങ്ങനെ എറിയാൻ പാടില്ല എന്നാണ്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ ഭഗവാനെ പഠിച്ചവനെ കാക്കണേ, നമ്മള് സിനിമ ഉർവശി എറിയുന്നുണ്ട് 1 രൂപ ആ ബൈക്കുകാരന്റെ തലയെ കൊണ്ടിട്ട് ആൾ വീഴുന്നുണ്ട്. അത് പറഞ്ഞ പോലെ പഠിച്ചവനെ കാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അവിടെ ഇടുന്നുണ്ട്. പല ക്രിസ്ത്യൻ പിൽഗ്രിം സെന്ററിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ടാവും. അപ്പൊ അവിടുത്തെയും പിന്നെ അതുപോലെ വയനാട് കയറി കഴിഞ്ഞാൽ കരിന്തണ്ടന്റെ ആത്മാ, അവിടെയും ചില ആൾക്കാർ പൈസ ഇടാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു അപകടവും കൂടാതെ ചുരം കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എവിടെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ 2013 നടന്നതുകൊണ്ട് നമുക്ക് ഇതിനി ഒരു 200 വർഷങ്ങൾക്ക് അപ്പുറം പോകുമ്പോഴേക്കും ആ വാട്ടർ ബോട്ടിൽ സിസ്റ്റം വേറെ എന്തെങ്കിലും ലെവലിലായിട്ടുണ്ടാവും. അപ്പൊ ഈ 2013 കഥ വലിയൊരു ബിസിനസ്, വലിയൊരു ദൈവമായിട്ടുണ്ടാവും. ജലദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദേവനെ കൈമാറിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും നമുക്ക് ഈ ശബരിമലയില് എന്ന് മുതൽക്കാണ് ഇത് തുടങ്ങിയതെന്നോ ഇതെന്താ ലോജിക്ക് എന്താ ഒന്നും നമുക്ക് പറയാൻ അറിയില്ല. കാരണം നമുക്ക് അത് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഇത് പറഞ്ഞ പോലെ ആ വെള്ളം വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ പറയാണ് ഇപ്പം നിങ്ങൾക്ക് പ്രാന്താണോ, നിങ്ങൾ ഇതിന് വെള്ളം വെക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ നമ്മളെ തല്ലും. അത് അവരുടെ റൈറ്റ് ആണ്, അവരുടെ വിശ്വാസമാണത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വിയേർഡായി തോന്നുന്ന സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതൊക്കെ അവർക്ക് അബദ്ധമായിരിക്കും. അത്രേ ഉള്ളൂ. അതിപ്പോ ശബരിമലയുടെ കേസ് മാത്രമല്ല, എല്ലാ സ്ഥലത്തും എല്ലാ ആരാധനകളും എല്ലാ വിശ്വാസങ്ങളും എന്ന് പറഞ്ഞാല് ഇതൊന്നും നമ്മള് നേരിട്ട് കണ്ട മനുഷ്യന്മാരില്ല ഇതിന്റെ ഒന്നും ഒറിജിന്. അപ്പൊ ഓരോരുത്തര് പറഞ്ഞു കേട്ടിട്ടുള്ള
പിന്നെ റിട്ടൺ ആയിട്ടുള്ള ഇപ്പൊ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ക്രിപ്റ്റേഴ്സിൽ ഉള്ളത് കൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ പലതും ഇസ്ലാമിൽ തന്നെ പല പിന്നെ പണ്ഡിതന്മാർ ഇങ്ങനെ പ്രഭാഷണങ്ങൾ പറയുമ്പോൾ അതിന്റെ അടിയിൽ ഈ മുസ്ലിങ്ങൾ തന്നെ വന്നിട്ട് ഒരുപാട് തെറി വിളിക്കുക അയാളെ, ഇയാൾ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്, ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല, ഇതൊന്നും ഖുറാനിലുള്ളതല്ല എന്നൊക്കെ പറയും. എസ്പെഷ്യലി ഈ ഹൂറികളുടെ കഥകളും ഈ സ്വർഗത്തിലെ കള്ളൊഴുകുന്ന പുഴയെ കുറിച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ വാതാവരാതെ പറയാറുണ്ട് ഇതിലിരുന്നിട്ട്. അപ്പോ അതൊക്കെ ഓരോരുത്തർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഇയാൾ കേൾക്കുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ കേട്ടിട്ടുണ്ടാവുക, ഇയാൾ ഇനി പറഞ്ഞു കൊടുക്കുന്ന അത് വേറെ രീതിയിലായിരിക്കും ഇയാൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഒറിജിനൽ ആയിരിക്കില്ല ഇതൊന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ ഇത്രയും നാളും ശബരിമലയിലേക്ക് പോകുമ്പോൾ അതിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ എരുമേലി പോയി വാവരസ്വാമിയൊക്കെ കണ്ടു വണങ്ങി അങ്ങനെയൊക്കെയാണല്ലേ പോകുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഇതിനൊരു ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ ആ ഒരു ദേവപ്രശ്നത്തിന്റെ തന്നെ, അതായത് ആ ഒരു ഒരുമ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം വല്ലതുമാണോ? അത് പറഞ്ഞ പോലെ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകമാണ് ഇങ്ങനെ വാവരസ്വാമിയെ കണ്ടിട്ടാണ് പോവാന്നുള്ളത്. അപ്പോൾ അതൊരു മതമൈത്രിയാണല്ലോ. എന്നുവെച്ചാൽ അതൊന്നും എല്ലായിടത്തും കാണാൻ പറ്റാത്ത ഒരു എന്താ പറയുക, ഒരു യൂണിറ്റിയുടെ സിമ്പലാണ് അത്. ദേവപ്രശ്നത്തെ കണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കറിയില്ല അതിനെന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ. എന്നാൽ നമ്മൾ കോമൺ മാൻ ചിന്തിക്കുന്ന പോലെ അല്ല വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക. നമ്മൾ ഈ അണികള് വിഡ്ഢികളാണ്. അവര് അതിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ, എനിക്കറിയില്ല, മേ ബി. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എങ്ങനെയാണോ അത് തുടർന്നത് അങ്ങനെ തന്നെ പോട്ടെ. കാരണം അതൊക്കെ സിംബോളിസം ആയിട്ടാണെങ്കിലും വളരെ അപൂർവമായിട്ട് ഇപ്പൊ അതൊക്കെ നടക്കുന്നുള്ളൂ. ഒരു മതത്തിനെ നമ്മൾ അവിടെ കയറി അവിടെ നിന്ന് അങ്ങോട്ട് പോവാന്നുള്ളതൊക്കെ വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ചില സ്ഥലത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് പള്ളിയിൽ നിന്ന് ഇത് കൊടുക്കുക, അതുപോലെ പള്ളിയിലെ ഇതിന് അമ്പലക്കാർ കമ്മിറ്റിക്കാർ ഇത് അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. പണ്ടൊക്കെ അത് കാലാകാലങ്ങളായിട്ടുള്ളതായിരിക്കും ഒരു പക്ഷെ. ഇപ്പം പക്ഷെ നമുക്കതൊക്കെ ഒരു ന്യൂസ് ആക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഒരു മുസ്ലിം സഹോദരന് ഹിന്ദു സഹോദരി ഇത് കൊടുത്തു, അതൊക്കെ ഒരു വാർത്തയാവുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു എന്താ പറയാ, അതൊരു സിംബോളിസം ആണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ നിന്നാല് അത് നിലനിൽക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. സർ, ഇപ്പോ ഏതൊരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എടുത്താലും അതിൽ സ്ത്രീകളെക്കാളും കൂടുതൽ പ്രാധാന്യം പുരുഷന്മാർക്കുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൽ സാറിന്റെ അഭിപ്രായം എന്താ? അതിന്റെ പൗരോഹിത്യത്തിന്റെ ആ സ്ഥാനത്താണോ? അതെ അതെ. പക്ഷെ ഓക്കെ, പുരുഷനാണ് അത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി വിശ്വാസത്തിന്റെ ചുഴിയിൽ വീണു പോകുന്നത് സ്ത്രീകളാണ്, അല്ലെ? അതായത് ചെയ്യുന്നതൊക്കെ പുരുഷന്മാരാണെങ്കിലും അതിന്റെ ആ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെന്ന് ചാടുന്നത് മുക്കാൽ ഭാഗവും സ്ത്രീകളാണ്. എസ്പെഷ്യലി ഈ വ്യാജസിദ്ധന്മാര്. അതായത് കഴിഞ്ഞ പ്രാവശ്യം മയിലാടുതുറൈ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് തമിഴ്നാട്ടില്, മയിലാടുതുറൈ, അത് തഞ്ചാവൂർ പക്കം, ഏകദേശം 90 കിലോമീറ്ററാ. അപ്പോൾ ഈ മയിലാടുതുറയില് നാഡീ ജ്യോതിഷത്തിന് ഭയങ്കര പ്രശസ്തമാണ്. കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇടിച്ചു തള്ളി പോകുന്ന സ്ഥലമാണ് ഈ നാഡീ ജ്യോതിഷം. അവിടെ ഈ നാഡീ ജ്യോതിഷത്തിന് വരുന്നതിൽ എനിക്കൊന്ന് 75% സ്ത്രീകളാണ്. അവർക്ക് അവരുടെ മുജ്ജന്മത്തെ കുറിച്ചും ഇനി വരാനിരിക്കുന്ന ജന്മത്തെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നാഡീ ജ്യോതിഷം. അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ ജാതകം അവിടെ ഉണ്ട് എന്നാ പറയപ്പെടുന്നത്. എല്ലാവരുടെ ജാതകം അവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഈ ഇത്രയും മനുഷ്യരാശിയുടെ ജാതകങ്ങളൊക്കെ വെക്കണമെങ്കിൽ എന്തുമാത്രം സ്ഥലങ്ങൾ വേണം. അപ്പൊ പക്ഷെ അതിൻ്റെ ഒരു ട്രിക്ക് വേറൊരു രസം. അതായത് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവര് നമ്മൾ ആണുങ്ങളാണെങ്കിൽ വലത്തെ കൈയിന്റെ തമ്പ് ഇംപ്രഷൻ ഒരു കടലാസിൽ വാങ്ങിക്കും, സ്ത്രീകളാണെങ്കിൽ ഇടത്തതിന്റെ ഒരു തമ്പ് ഇംപ്രഷൻ. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് അയാള് പിന്നെ നമ്മുടെ ജാതകം എടുത്ത് ആദ്യം പറയുന്നത്, നിങ്ങളുടെ ജാതകം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും, ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ എന്ന്. പക്ഷെ പോകുന്ന എല്ലാവരുടെ ജാതകം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഫാക്ട്. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, പടച്ചവനെ എന്റെ ജാതകം അവിടെ ഉണ്ടാവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു വലിയ ഒരു കെട്ട് ജാതകം കൊണ്ടുവരും. എന്നിട്ട് നമ്മളോട് പേര് നമ്മളോട് പറയാൻ പറയില്ല. എയിലാണോ തുടങ്ങുന്നത്, ബിയിലാണോ തുടങ്ങുന്നത്? അപ്പൊ ഞാൻ പറയും സി. അപ്പൊ അയാൾ പറയും ചന്ദ്രൻ, പിന്നെ ചന്തു, കുറേ പേര്. അപ്പൊ അതിലൊന്ന് നമ്മൾ ഈ അശ്വമേധം കളിക്കുമല്ലോ, അങ്ങനെ ഒരു അശ്വമേധത്തിലൂടെ അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ ഇയാൾ കണ്ടെത്തും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ നമ്മളൊരു ആണാണെങ്കിൽ ഏകദേശം വയസ്സൊക്കെ നോക്കിയിട്ട് വിവാഹത്തിന്റെ ഇതാണോ അങ്ങനെ പറഞ്ഞിട്ട് ആണോ അല്ലേ ആണോ, പറയിപ്പിക്കുക. എന്നിട്ട് അതായത് ഈ ചന്തു എല്ലാ ചന്തുമാർക്കും ഒരു ജാതകം.
അതാണ് നമുക്ക് എടുത്ത് കൊണ്ടുതരുന്നത്. അല്ലാതെ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജാതകം ഇതുവരെ നാഡീ ജ്യോതിഷന്റെ കയ്യിലും ഇല്ല. എല്ലാ ചന്ദ്രന്മാർക്കും ഒന്നാണ്, എല്ലാ ഭാസ്കരനും ഒന്നാണ്, എല്ലാ തിലോത്തമക്കും ഒന്നായിരിക്കും, ഇതൊക്കെ ഒന്നാ. എന്നിട്ട് അതെടുത്തിട്ടാണ് അവർ തിരിച്ചു മറിച്ച് നമ്മളോട് പറയാ. എന്നിട്ട് അതിനൊരു റേറ്റ് ഉണ്ടാവും. എന്നിട്ട് ഇനി വരാനിരിക്കുന്ന ജന്മം നന്നാവാനുള്ള പൂജ ഉണ്ടാവും. കഴിഞ്ഞ ജന്മത്തെ പറ്റി പറയുന്നത് ദിലീപിന്റെ ചന്ദ്രേട്ടൻ എവിടെയാന്ന്. അതെ, കഴിഞ്ഞ ജന്മം നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി വരാനിരിക്കുന്ന ജന്മം നന്നാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വില കൂടിയ പൂജകളൊക്കെ ഉണ്ട്. അതൊക്കെ അതില് അധികവും വീഴുന്നത് സ്ത്രീകളാണ്. ഈ പറഞ്ഞ നാഡീ ജ്യോതിഷം ചെയ്യുന്ന ആൾക്കാരൊക്കെ പുരുഷന്മാരാണ്, പറഞ്ഞു തരുന്ന ആൾക്കാർ. പക്ഷെ അത് അനുഭവിക്കുന്ന വരുന്ന എല്ലാവരും സ്ത്രീകളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ ദൈവങ്ങളുടെ കേസും ഇത് തന്നെയല്ലേ. സ്ത്രീകൾക്കും അവിടെ റിസർവേഷൻ കുറവാണ്, പുരുഷന്മാരാണ് കൂടുതൽ. പക്ഷെ ഇപ്പൊ ഒരുപാട് അമ്മമാരും സ്വാമിനിമാരും ഒക്കെ വരുന്നുണ്ട്, കടന്ന് ഹജ്ജ് ബീവിമാര് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 50-50 റേഷ്യോയിൽ എത്തുന്നു നമ്മൾ വിചാരിക്കാം. ഇതിനു മുൻപുള്ള ഇന്റർവ്യൂവിൽ നമ്മൾ ദദീജ പോലുള്ള വളരെ ഭീകരമായിട്ടുള്ള ആചാരങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ. ഇതിലൊക്കെയുള്ള യുക്തി എന്താണെന്ന് പറയാൻ പറ്റുമോ? യുക്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇതിലൊക്കെ നിൽക്കുവോ? ഇല്ല. ഒരു ആചാരത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഗർത്തയിൽ എഴുതിയിട്ടുണ്ട്, യുക്തിയുടെ മെതിയടി അഴിച്ചു വെച്ചിട്ട് മാത്രമേ നമുക്ക് വിശ്വാസങ്ങളുടെ പറമ്പിലേക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. അതായത് യുക്തിയോടുകൂടി നമുക്ക് ഒരു വിശ്വാസവും, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യനി ആവട്ടെ, അത് ലോജിക്കലി തിങ്ക് ചെയ്താല് ഇമ്പോസിബിൾ ആയിരിക്കും. അതായത് ഇപ്പം ഞങ്ങളുടെ മുസ്ലിങ്ങളിലാണെങ്കിൽ ബുറാക്ക് എന്ന വാഹനത്തിൽ പിന്നെ ആകാശം 7 ലോകം കണ്ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് വിചാരിക്കാം സൂപ്പർസോണിക് ജെറ്റിന്റെ അങ്ങനെയൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് പറയും. ഓക്കെ, അന്ന് അങ്ങനത്തെ അതിന്റെ ഒരു ഇതായിട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. പുഷ്പക വിമാനം അന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല, പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചു എന്ന്. അപ്പൊ ഇപ്പൊ അവർ പറയും ഇപ്പൊ ഈ വിമാനം കണ്ടില്ലേ, അപ്പൊ അന്നത്തെ ആൾക്കാർ അത് മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടാവാം എന്ന് പറയും. അപ്പൊ ഉണ്ടാവാം എന്നല്ലാതെ നമുക്ക് യുക്തിസഹമായിട്ട് ചിന്തിച്ചാല് പലതിനും ഉത്തരം കിട്ടില്ല. പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങൾക്കും നമുക്ക് യുക്തിയോട് ചിന്തിച്ചാൽ നമുക്കൊന്നിനും ഉത്തരം ഉണ്ടാവില്ല. ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരിക്കലും അതിനൊരു നിയതമായിട്ടുള്ള ഉത്തരം ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ കണ്ടു പോവാ ചിരിക്കാന്നല്ലാതെ പല റിച്വൽസും ഭയങ്കര ഓഡായിട്ടുള്ള റിച്വൽസ് ഒക്കെ നമ്മളെ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള റിച്വൽസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് പലരും ശരീരം വേദനയാക്കിക്കൊണ്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കുക, ശൂലം കുത്തിയിട്ടും ശൂലം തറച്ചിട്ടും, ഞാൻ പറഞ്ഞു നേരത്തെ കുത്രാത്തീപ് ശരീരം മുഴുവൻ വെട്ടി മുറിച്ചിട്ടൊക്കെ ദൈവത്തിനെ പ്ലീസ് ചെയ്യാണ്. അത് എന്ത് തരം ദൈവമായിരിക്കും അങ്ങനെയൊക്കെ പ്ലീസ്ഡ് ആവുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. സ്വന്തം ശരീരം മുറിച്ചുകൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഏത് ദൈവമായിരിക്കും അങ്ങനെയൊക്കെ പ്രസാദിക്കുക? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലതരം ആചാരങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുപോലുള്ള ഒരു ആചാരമാണ് മഴ പെയ്യിക്കാനായിട്ട് തവളകളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതുപോലത്തെ എന്തൊക്കെ ആചാരങ്ങള്. അതായത് ഈ മഴ എന്നുള്ളത് എന്താ പറയാ, ഒരു ഭയങ്കരമായ നീഡാണ് മനുഷ്യന്റെ. കാരണം വെള്ളം, മഴ ആദ്യകാലം മുതൽക്കേ ഈ തവളയും മഴയും തമ്മിലുള്ള ഒരു കണക്ഷനും ഉണ്ടല്ലോ. അതായത് മഴ പെയ്യുന്നുള്ള ഒരു വിശ്വാസം. അതൊക്കെ ഒരു നമ്മൾ ഈ ഫുഡ് സൈക്കിൾ ഒക്കെ പഠിച്ച പോലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കണ്ണികളാണത്. ഓക്കെ, ഇതുപോലെ തന്നെ ഉള്ള സാധനമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യാൻ കഞ്ഞി വെച്ച് പാരുക എന്നുള്ള ചടങ്ങുണ്ട്. അതായത് അതെന്താന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പറയുന്നത് കേൾക്കാം, മഴ പെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞി വെച്ച് പാർന്നു എന്ന് പറയാം. അതായത് ഒരു ഓഫറിങ് എന്ന പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒരു സാധനമാണ്. അതിപ്പോ ഏതൊക്കെ നാടുകളിൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കഞ്ഞി വെച്ച് പാരുക എന്നുള്ളൊരു ചടങ്ങ്, അത് കഞ്ഞി വെച്ച് ഇങ്ങനെ ഒഴിച്ചാല് ഒരു പക്ഷേ നാട്ടുകാർക്ക് ഒഴിച്ചു കൊടുക്കുകയാണോ അല്ലെ പറമ്പിൽ ഒഴിക്കുകയാണോ എനിക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിരാത്രം, പാഞ്ഞാൾ അതിരാത്രമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഈ അതിരാത്രം കഴിഞ്ഞാൽ മഴ പെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ തന്നെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും ദുആകളും ഒക്കെ നടത്താറുണ്ട്. ഒരു പക്ഷേ മഴ പെയ്യാം ഇതൊക്കെ ചെയ്തിട്ട്, ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യതയില്ല. ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഞങ്ങളുടെ ഇതിൽ പറയുന്നത് വെച്ചാൽ, ഓക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് മഴ പെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. പക്ഷെ ഇപ്പോഴല്ല എന്റെ സമയം, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്തേക്കാം എന്നാണ് പറയുന്നത്. അതെ, അതായത് ഒന്നിലും നിരാശനാവണ്ട. നമ്മുടെ ഇസ്ലാമിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു പ്രതിഫലം ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട.
എത്ര വൈകിയാലും നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് വിശ്വാസത്തോടു കൂടി തന്നെ ജീവിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ മതങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സാർ ഇങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര നടത്തുമ്പോൾ അവിടുത്തെ ഇതുപോലുള്ള റിച്വൽസിനെ പറ്റി നമ്മളെ പോലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതേപോലെ അവിടെയുള്ള ആൾക്കാരോട് കേരളത്തിലെ ഇതുപോലുള്ള ആചാരങ്ങളെ പറ്റി പറയുമ്പോൾ അവർ ഏത് രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത്? അവർക്ക് എന്താ പറയാ, നമുക്ക് കേരളത്തിലുണ്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തുള്ള ആൾക്കാർക്കും കാണാത്തത് എന്തും വലിയ അത്ഭുതമായിരിക്കും അല്ലെ. പക്ഷെ അവർക്ക് നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ റിച്വൽസിനെ കളിയാക്കാനൊന്നും അവർക്ക് അതിന് മാത്രം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് പ്രധാനമായിട്ടും ഉള്ള പരാതി എന്ന് വെച്ചാല് ബീഫിനെ കഴിക്കുന്നു എന്നുള്ള, ബീഫ് കഴിക്കുക എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ പോകുന്ന സമയത്ത് കേരളത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ 100% ലിറ്ററേറ്റ് ആണ്, എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഗോമാതാവിനെ ഭക്ഷിക്കുന്നു എന്ന് ചോദിക്കും. ഈവൻ ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് വരെ അവിടുത്തെ കുട്ടികൾ എന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തില് നിങ്ങൾ എല്ലാ ഷോപ്പിലും എന്നെ എന്താ പറയാ പട്ടിയെ വിൽക്കുന്നു എന്ന് ആ കുട്ടീനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പട്ടി ആടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ അവർ പറഞ്ഞു പശുവിനെ നിങ്ങൾ അറക്കൂലെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പശുവിനെ പോത്തിനെ അറക്കാറുണ്ട്, പശുവിനെ എനിക്കറിയാം, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോ അതൊരു ഭയങ്കര പ്രശ്നമാണ്. എപ്പോൾ നോക്കിയാലും ഈ പശുവാണ് അവിടുത്തെ എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നം. അല്ലാത്ത നമ്മുടെ അമ്പലത്തിലുള്ളതോ പള്ളിയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവരധികം അങ്ങനെ പറയാറില്ല. പക്ഷെ ഈ ഒരു സാധനം വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മള് ഫ്ലഡ് ഉണ്ടായ സമയത്ത്, കേരളത്തിൽ ആ ഒരു പ്രളയം ഉണ്ടായ സമയത്തൊക്കെ നോർത്ത് ഇന്ത്യക്കാർ മുഴുവനും കമന്റ് ചെയ്തത് ഇതായിരുന്നു, നിങ്ങൾ പശുവിനെ കഴിച്ചത് കൊണ്ട്, ഗോമാതാവിനെ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഹെവി ആയിട്ടൊരു പ്രൊപ്പഗാൻഡ കേരളത്തിനെതിരെ അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കറിയില്ല ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മളെ ഒറ്റക്കെട്ടായിട്ടാണ് ബീഫ് കഴിക്കുന്നത് എന്നുള്ളത്. അവർക്കത് വിശ്വസിക്കാനേ പറ്റില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു 10 വീടെടുത്താൽ ഒരു വീടായിരിക്കും നോൺ വെജ് കഴിക്കാത്തത്. അത് ബീഫ് മാത്രമായിരിക്കില്ല, നോൺ വെജേ കഴിക്കാത്തവരായിരിക്കും അവർ. അല്ലാത്ത എല്ലാ വീടുകളിലും ബീഫ് കുക്ക് ചെയ്യുന്നുണ്ട്. ഓണത്തിന് വരെ നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ ബീഫ് അതില്ലാതെ ബീഫ് നിർബന്ധ. അപ്പൊ അത് അവർക്ക് ഒട്ടും സഹിക്കില്ല. ആ ഒരു യൂണിറ്റിയാണ് അവർക്ക് ഭയങ്കര പ്രശ്നം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബീഫ് കഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ മുസ്ലിങ്ങൾ മാത്രം കഴിക്കുന്നെങ്കിൽ അവർക്ക് അത്ര പ്രശ്നമില്ല. നമ്മളെല്ലാവരും ബീഫിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴീ വയനാട്ടിലൊക്കെ വന്യജീവികളൊക്കെ നാട്ടിലെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരൊക്കെ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോ കേരളത്തിൽ തന്നെ പല ആരാധനാലയങ്ങളിലും ആന ഒരു നിർബന്ധമായിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടായാലും ആന അവർക്ക് നിർബന്ധമാണ്. ഉത്സവങ്ങൾ ആന ഇല്ലാതെ അവർക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതാണ് ഒരു സാഡ് ഫാക്ടറാണത്. കാരണം നമ്മള് മനുഷ്യന്മാരെപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതായത് നമ്മുടെ ഔട്ട്ലൈൻ ഡേ ബൈ ഡേ ഇങ്ങനെ ആ സർക്കിൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് നമ്മുടെ ഏരിയ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ആ ഒരു ടെറിട്ടറിയിലേക്ക് തന്നെ അവർ തിരിച്ചു വരിക. സത്യം പറഞ്ഞ ഈ കാട്ടുമൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ടെറിട്ടറി ആയിരുന്ന സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ആന ഇറങ്ങി, കടുവ ഇറങ്ങി, ഭയങ്കര അതിനെ തുരത്തണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രക്ഷോഭങ്ങളായിരുന്നു. അതുകൊണ്ട് അതായത് മൃഗങ്ങൾ കാരണം മനുഷ്യർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര പ്രക്ഷോഭങ്ങളായിരിക്കും. അതേ സമയം തന്നെ 24/7/30 എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആനനെയും ഈ പറഞ്ഞ ഒരുവിധ എല്ലാ മൃഗങ്ങളെയും നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനയ്ക്ക് എസ്പെഷ്യലി ആനയ്ക്ക് എന്തോ ഒരു ഫ്രീക്വൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. ആനയ്ക്ക് വലിയ ശബ്ദങ്ങളൊന്നും കേൾക്കാനേ പറ്റില്ല. ആന വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ടൊരു ജീവിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെണ്ട മുട്ടുന്നു, ആനയുടെ ചെവിയുടെ അടുത്ത് പോയിട്ടാണ് ഈ ചെണ്ടോ പഞ്ചാരി മേളം ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ആന അത്രയും കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് തന്നെ ആനയുടെ വലിയ മനസ്സ് എന്ന് വേണം പറയാൻ. എന്നിട്ട് ഒരു സെക്കൻഡിലാണ് ആനയ്ക്ക് ആ ഒരു കൺട്രോള് നഷ്ടാവുന്നത്. അപ്പോ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവങ്ങളൊന്നും തന്നെ അതൊക്കെ ഈ ആചാരങ്ങളുടെ പേരിൽ ന്യായീകരിക്കപ്പെടുകയാണ്. അതായത് അതിനൊക്കെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും പുരാണങ്ങളിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ദൈവം പ്രസാദിക്കണമെങ്കിൽ ഈ സംഭവം മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് വേറെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എസ്പെഷ്യലി തൃശ്ശൂർ പൂരത്തിനൊക്കെ ആണെങ്കിൽ എത്ര ആനകള്, അത്രയും ക്രൗഡില് ആനനെ വെയിലത്ത് ആനകൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്.
പിന്നെ അത് ഇപ്പൊ ചന്ദനക്കുടം നേർച്ച മുസ്ലിങ്ങളുടെ അതിലും ഇപ്പോൾ ആനയെ യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ എസ്പെഷ്യലി ഹിന്ദു ഉത്സവങ്ങൾക്കാണ് ആന ഒരുപാട് തിടമ്പേറ്റിയിട്ടും നെറ്റിപ്പട്ടം കെട്ടിയിട്ടൊക്കെ വരാറുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഇതാണ് പ്രശ്നം. നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട്, എന്നിട്ട് ആന എങ്ങാനും ഇടഞ്ഞാല് ഭയങ്കര ഇതായിരിക്കും. ആന ഭയങ്കര ആന എന്നാട്ടോ, ആന സ്വന്തം പാപ്പാന വരെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട് സാധനം പറയും. പക്ഷെ അത്രയും ആ സാധനത്തിനെ ആളുകളുടെ ഇടയിലിട്ട് വട്ടം കറക്കി ടോർച്ചർ ചെയ്ത് അതിനെ കുറിച്ചൊന്നും ആർക്കും പ്രശ്നമില്ല. അതൊക്കെ ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് വളരെ നമ്മൾ സൗകര്യപ്രദമായിട്ട് നമ്മൾ അതിനിങ്ങനെ ഒഴിവാക്കി കൊടുക്കുകയാണ്. അതെ, കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയെ മെരുക്കിയെടുത്ത് നാട്ടിലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ്. എന്നിട്ട് കുറ്റം മുഴുവൻ ആനയ്ക്ക്. സാർ ഒല്ലി നീലിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ബോയ്. അതെ. പിന്നെ അതായത് പഠനത്തിൽ വളരെ പിന്നോക്ക അവസ്ഥയിലുണ്ടായ കുട്ടി അധ്യാപകരോടായിക്കോട്ടെ മറ്റു കുട്ടികളോടായിക്കോട്ടെ യാതൊരു സോഫ്റ്റ് കോർണറും ഇല്ല, ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് പെരുമാറുന്ന ഒരു കുട്ടി. അവൻ അബദ്ധവശാൽ ഒരു ലൈബ്രറിയിൽ എത്തിച്ചേരുന്നു. പഠനത്തിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ലൈബ്രറിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു സ്ത്രീയുടെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു പുറംചട്ടിയുള്ള പുസ്തകം കണ്ട് അതിൽ ആകൃഷ്ടനായിട്ട് ആൾ ആ പുസ്തകം കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പുസ്തകം മറിച്ചു നോക്കി മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി അവിടെ അവന്റെ വായന സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ അവൻ ഈ വായനയിൽ അഡിക്റ്റ് ആയി. പിന്നെ അടുത്ത ദിവസം അതേ സ്ഥാനത്ത് ഈ പുസ്തകം തിരിച്ചു വെക്കാനായിട്ട് പോയപ്പോ അവിടെ ഇതേ ഓഥറിന്റെ മറ്റൊരു ബുക്ക് കാണും. അതും എടുത്ത് തിരിച്ചു പോകുന്നു, വായിക്കുന്നു. അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് വായന എന്നുള്ളത് വളരെ ഇഷ്ടമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വായനയുടെ ലോകത്ത് അവൻ എത്തിപ്പെട്ടു. ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ഒടുവിൽ ഏറ്റവും വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു റീയൂണിയൻ ഉണ്ടായപ്പോൾ അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം അവഹേളിച്ച് മാറ്റി നിർത്തിയ കരയിപ്പിച്ച ഒരു അധ്യാപികയാണ്, ഗ്രാഡി എന്ന് പറയുന്ന അധ്യാപികയാണ് ഇയാൾക്ക് ഇതേപോലെ ഒരുപാട് ദൂരെ യാത്ര ചെയ്തുകൊണ്ട് സെയിം ഓഥറിന്റെ പുസ്തകം തന്നെ അവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതേപോലുള്ള ടീച്ചേഴ്സിന്റെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും ഇതേപോലുള്ള സിന്തറ്റിക് ലഹരികളിൽ അടിമപ്പെടാതെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി, പുസ്തക വായന ഏറ്റവും വലിയ ലഹരിയല്ലേ? സാറിന് തന്നെ ഇപ്പം അനുഭവവേദ്യമാകുന്നുണ്ടാവും അല്ലെ? ഇതേ വാക്കുകളിലൂടെ ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. പലരും ഫസ്റ്റ് റീഡ് ചെയ്ത് എന്റെ ബുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയാം. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഇതേ പുസ്തകം വായിക്കാത്ത ആൾക്കാർ ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പുസ്തകം വാങ്ങിച്ചത് എന്താന്ന് പറഞ്ഞു. അപ്പോഴാണ് വായനയുടെ ലഹരി അറിഞ്ഞത്. അതിനുശേഷം അവർ കുറെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി എന്നൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇതിന്റെ ഒരു വേൾഡിൽ എത്തിക്കഴിഞ്ഞാല് അത് വേറൊരു ലഹരിയാണ്. നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ നമുക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും പുസ്തകങ്ങളിലൂടെ. ഇപ്പൊ ഞാൻ കുട്ടികളോടും പറയുന്നത് അത് തന്നെയാണ്, പുസ്തകം വായിക്കുക, അതുപോലെ തന്നെ യാത്ര ചെയ്യുക. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല, യാത്ര ചെയ്യുക. യാത്ര ചെയ്തിട്ട് ഇത് പറഞ്ഞ പോലെ കൾച്ചറും മനുഷ്യന്മാരെയും ജീവിതങ്ങളൊക്കെ കാണുക. അതൊരു ലഹരിയാക്കി മാറ്റുക. യാത്ര എന്നതൊരു ലഹരിയാക്കി മാറ്റുക, അല്ലാതെ യാത്രയിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. യാത്ര തന്നെ ഒരു ലഹരിയാക്കി മാറ്റിയാല് ഭയങ്കര രസകരമായിരിക്കും. അപ്പൊ മീൻസ് ഈ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരൊക്കെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യപ്പെടും. ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനെ ലഹരി അടിച്ച് നാടിനും നാട്ടുകാർക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? അതേസമയം അതൊക്കെ ഒന്ന് ഷെഡ് ഓഫ് ചെയ്തിട്ട് പുതിയൊരു വേ ഓഫ് ലൈഫിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ ഉള്ള ആക്സെപ്റ്റൻസ് കിട്ടുന്നത് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് തന്നെ ഇത് തന്നെയാണ്. യാത്ര ഒരു ലഹരിയാക്കുക. ഞാനൊരു യാത്രികനായതുകൊണ്ട് ഞാൻ അറിയുന്നുണ്ട് ആ ലഹരിയുടെ ഉന്മാദം എത്രത്തോളാണ്. അപ്പോൾ അത് വായിക്കാൻ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പൊ യാത്ര ഇന്ത്യയിലൂടെയും ഇന്ത്യ തന്നെ ഉണ്ട് ഒരുപാടും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലൂടെയും വഴികളിലൂടെയും മനുഷ്യന്മാരെ പഠിക്കുക. കാരണം നമ്മളുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തൊന്നും ഒരു സമ്പത്തേ അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പല രീതിയിലുള്ള മനുഷ്യന്മാരെയും പല കൾച്ചേഴ്സും പല വിശ്വാസങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാൻ പറ്റും, ഒരുപാട് സാക്രിഫൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതൊക്കെ യാത്രയിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ മെയ് 8-ന് എൻ്റെ യാത്രയിൽ ജോയിൻ ചെയ്തോളൂ എന്നും ഞാൻ പറയുന്നു. നമ്മുടെയൊക്കെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഇന്ത്യക്ക് പുറത്ത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം, അതൊക്കെ ആയിരിക്കും പാരീസ് പോലുള്ളതും തായ്ലാന്റ് പോലുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതും മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ അറിയപ്പെടാത്തതായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോ ഇതുപോലുള്ള യാത്രകളൊക്കെ ശീലാക്കുക, ഇതുപോലുള്ള പല പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ ഒരു ലഹരിയാക്കി മാറ്റുക അല്ലേ. താങ്ക് യു സർ. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് അവാർഡുകളൊക്കെ ഈ കൈകളിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതട്ടെ, അങ്ങനെ ലോകം അറിയപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.